ഞാൻ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ക്ലിനിക്കിൽ ധാരാളം പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഇത് എക്കോ അടിക്കണ്ടോ? അത് എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങോട്ട് എക്കോ അടിക്കണം. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ക്ലിനിക്കുകളിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങൾക്കും ടീച്ചേഴ്സിനും എപ്പോഴും തലയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ? നമ്മളെ കയ്യിൽ പഠിച്ചവന് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്കൊരു കുട്ടീനെ തരുന്നു. ആ കുട്ടീനെ നമ്മള് ജനിക്കുമ്പോൾ വല്ലാണ്ട് താലോലിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും ലാളിച്ചിട്ടും ഒക്കെ വളർത്തി 1 വയസ്സ് 2 വയസ്സ് വരെയൊക്കെ നമുക്ക് വളർത്തുമ്പോൾ അങ്ങോട്ടുള്ള സ്നേഹവും ലാളനയും വാത്സല്യവും ഇങ്ങോട്ട് തിരിച്ചു സ്നേഹവും ലാളനയും വാത്സല്യവും ഒക്കെ ആയി. 2 വയസ്സൊക്കെ കഴിഞ്ഞ് കുട്ടി വർത്തമാനം പറയാൻ തുടങ്ങി. കുട്ടിക്ക് കുട്ടിൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടായി തുടങ്ങി. കുട്ടിക്ക് നടന്ന് പോയിട്ടും സംസാരിച്ചിട്ടും സ്വന്തം ഇഷ്ടങ്ങളൊക്കെ നേടാനുള്ള ഒരു എനർജിയൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പാരൻസും കുട്ടിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാൻ തുടങ്ങും അല്ലേ? കുട്ടി ഒന്നായിരിക്കും വിചാരിക്കുക, പാരന്റ് വേറെ ഒന്നായിരിക്കും വിചാരിക്കുക. അപ്പോൾ കുട്ടിക്ക് മുട്ടായി വേണം. കുട്ടിക്ക് മുട്ടായി ഇപ്പം കൊടുക്കാൻ പറ്റില്ല, കഞ്ഞി കുടിച്ചിട്ടേ മുട്ടായി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാരന്റ് പറയണത് വേറെ, കുട്ടി പറയണത് വേറെ, പിണങ്ങാൻ തുടങ്ങി. വാപ്പ ബൈക്കിൽ കയറി പോകുന്നു, കുട്ടിക്ക് വാപ്പാന്റെ കൂടെ ബൈക്കിൽ കയറി പോകണം. പക്ഷെ വാപ്പൻ പണിക്ക് പോവാണ്, വാപ്പാന്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റൂല. അപ്പോൾ വാപ്പാക്ക് ഒരാഗ്രഹം, കുട്ടിക്ക് വേറെ ആഗ്രഹം. കുട്ടിയും വാപ്പയും തമ്മിൽ പിണങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കുട്ടിയും ഒരു ഉമ്മയും അല്ല ഒരു കുട്ടിയും ഒരു ഉപ്പയും തമ്മിൽ നിത്യജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള 100 1000 കണക്കിന് ഇടപെടലുകളിൽ പല ഇടപെടലുകളും ചിലപ്പോഴൊക്കെ മാച്ച് ആവാണ്ട് പോകുന്നു. കുട്ടി ഒന്ന് ആഗ്രഹിക്കണേ, ഉമ്മ വേറെ ആഗ്രഹിക്കണം. ഒരു ഉമ്മാന്റെ ഉപ്പാന്റെ മനസ്സിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടീനെ കുറിച്ചിട്ട് മനസ്സിലുണ്ടാവുന്ന ഒരു ചിത്രം എന്തായിരിക്കും? നേരം വെളുത്താൽ വേഗം അലാറം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് വിളിക്കുമ്പോഴേ കുട്ടിയാണ് എണീറ്റിട്ട് സ്വന്തമായിട്ടൊക്കെ ഒന്ന് ഫ്രഷായി നമ്മൾ എന്ത് ഭക്ഷണമാണ് കൊടുക്കുന്നത് അതാണ് കഴിച്ചിട്ട് സമയത്തിന് വേഗം പോയിട്ട് ബസ്സിലോ ഓട്ടോയിലോ കയറിയിട്ട് സ്കൂളിൽ പോയി തിരിച്ചു വന്ന് കുറച്ചൊക്കെ കളിച്ച് ഒന്ന് ഫ്രഷായി പിന്നെ വൈകുന്നേരം ഇരുന്ന് പുസ്തകവും കിതാബും എടുത്ത് വെച്ച് പഠിച്ച് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക. ഒരു സ്കൂൾ ദിവസം എന്ന് പറഞ്ഞാല് കുട്ടീൻ്റെ ദിവസം ഇങ്ങനെ ആവുകയാണെങ്കിൽ എത്ര രസമായിരിക്കും എന്നാണ് എല്ലാ പാരൻസും എപ്പോഴും ആഗ്രഹിക്കണം. പക്ഷെ കുട്ടി നേരം കൊടുക്കുമ്പോൾ ആഗ്രഹിക്കണം എന്താ? അല്ലോ ഇന്നും പോകണല്ലോ പഠിച്ചവനെ സ്കൂളിലേക്ക്, എനിക്ക് വലിയ പഠിച്ചവനെ എന്താ ഇങ്ങനെ ആലോചിച്ച് കാണു കുട്ടി ഉണരാനേ മടിക്കുകയാണ്. കുറച്ചു നേരം കൂടി വെള്ളി കിടക്കാന്, കുറച്ചു നേരം കൂടി പെരെ തന്നെ ഇരിക്കാന്, കുറച്ചു നേരം കൂടി മടി പിടിച്ച് കിടക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ആലോചിക്കണം കുട്ടി. എന്നാ പാരന്റിനാണെങ്കിൽ നേരം കൊടുത്താല് അവര് ഈ പറഞ്ഞ നേരം കൊടുത്താൽ എന്തെങ്കിലും പണി എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അവര് തുടങ്ങിയിട്ട് ചുരുങ്ങിയതോട് 20, 25, 30 വർഷമൊക്കെ ആയിട്ടുണ്ടാവും പാരന്റ് പരിപാടി തുടങ്ങിയിട്ട്. നേരം കൊടുത്താൽ അവനവന്റെ നയിപ്പിന് എണീച്ചോടണം, അല്ലെങ്കിൽ അവനവന്റെ പണിക്ക് പോകണം എന്നുള്ളത്. കുട്ടി എന്ന് പറഞ്ഞാല് ദിവസവും രാവിലെ കുട്ടികള് നിങ്ങളുടേത് ഒന്നാമത് UP സ്കൂളിലെ കുട്ടികളാണ്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികള്. ഇവര് കുട്ടിപ്രായമാണ്. മനസ്സിൽ വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും. എന്റെ നിത്യജീവിതം എന്ന് പറഞ്ഞാല് എന്നും കൊല്ലാപ്പ് മാത്രമുള്ള ഒരു സാധനമാണെന്ന് ആലോചിച്ച് സങ്കടപ്പെടാന് അതിനാത്രം തലയായിട്ടില്ല. ചെറിയ ചെറിയ ജീവിതമാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നിട്ട് പുതിയ രസങ്ങൾ ആലോചിച്ച് പോകും. അപ്പൊ നേരം കൊടുക്കുമ്പോൾ കുട്ടി ആലോചിക്കണത് ഇന്നെങ്കിലും അധികം നേരത്തെ എണീക്കാണ്ട് കുറച്ച് നേരം കൂടി. കുറച്ച് കഴിഞ്ഞാല് ഇന്നും അപ്പാണെങ്കിൽ ഇനിയിപ്പോ എനിക്ക് വേണ്ട, എനിക്ക് തിന്നാൻ ഇഷ്ടമില്ല. ഇങ്ങനെ കുട്ടിയുടെ ഉള്ളിൽ നിത്യം പുതിയ പുതിയ കലഹങ്ങൾ ഇങ്ങനെ രൂപപ്പെടുമ്പോ അതൊക്കെ കുട്ടികൾ ഇങ്ങനെ പാരന്റ്സിന്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾ പറയാണ് എനിക്കിത് വേണ്ട, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടിയത്, എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് ഇതിനോട് താല്പര്യമില്ല. അപ്പോ നമ്മളെ വീട്ടില് നമുക്ക് തന്നെ നോക്കാൻ ഒരു 3 or 4 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള
വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികൾ, വ്യത്യസ്തമായിട്ടുള്ള സംസാര രീതികൾ, കാഴ്ചയിലുള്ള വ്യത്യസ്തത, അവരുടെ വ്യക്തിത്വത്തിലുള്ള വ്യത്യസ്തതയായിട്ട് അങ്ങനെ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളും കഴിവുകളും രീതികളും ഉള്ള കുട്ടികളെ എല്ലാവരെയും ഒരു വ്യത്യസ്തതയും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ പഠിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിടുകയാണ്. നമ്മുടെ 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലേക്ക് 30 കുട്ടികളായിട്ട് കൊണ്ടുവന്നിടുന്നത് 30 വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളെയാണ്. അപ്പം എഴുത്ത് വായന എന്ന് പറഞ്ഞ കഴിവിലും ആ ഒരു കഴിവിൽ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സിസ്റ്റം നിലനിൽക്കുന്നത് അല്ലെ? കുട്ടികളായി കഴിഞ്ഞാല് LKG എത്തിക്കഴിഞ്ഞാല് ABCDEFG 1 2 3 4 ഇത് മുഴുവനും എഴുതാനും വായിക്കാനും LKG ഒരു വർഷം കൊണ്ട് പഠിക്കണം. UKG എത്തിക്കഴിഞ്ഞാല് വെച്ചിട്ട് CBSE ആണെങ്കിൽ ഫസ്റ്റത്തെ കൊല്ലം തന്നെ ഇതിനേക്കാളും പഠിക്കണം. കേരള സിലബസ് ആണെങ്കിൽ ഫസ്റ്റത്തെ കൊല്ലം നമ്മൾ അക്ഷരങ്ങളും അക്കങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് ചുരുങ്ങിയ തോതിൽ പഠിച്ചെടുത്താൽ മതി. അപ്പൊ UKG ആയിക്കഴിഞ്ഞാൽ ചെറിയ തോതിൽ വാക്കുകൾ പഠിക്കണം. ഇങ്ങനെ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഇവിടെയാണ് കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കുട്ടികൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വര ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് മേലോട്ട് പോയി ആ മേലോട്ട് എത്തിയെടുത്തുന്ന താഴോട്ട് ഇങ്ങോട്ടാക്കി ഇത് രണ്ടും കൂടി നടുവിൽ കൂട്ടി യോജിപ്പിച്ചാൽ അതാണ് A അല്ലെ? അതാണ് A എന്ന് LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മെനക്കെട്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സിങ് തലയിൽ കൂടി നടന്നു പോവേണ്ടി വരുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാല് നിങ്ങൾ ചോദിക്കും, പണ്ടൊക്കെ ടീച്ചർ കുറെ തച്ചിട്ടും കുറെ വേദനിപ്പിച്ചിട്ടും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോ എത്ര എളുപ്പത്തിൽ കുട്ടികൾ പഠിച്ചിരുന്നു. അടി കിട്ടിയാലും നുള്ളു കിട്ടിയാലും പിച്ച് കിട്ടിയാലും വേഗം പഠിച്ചിരുന്നല്ലോ എന്ന് പറയും. പക്ഷെ ഇന്ന് കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിട്ടുള്ള അക്ഷരമാല എഴുതി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷരമാലയിലുള്ള വാക്കുകൾ, അക്ഷരങ്ങൾ തന്നെ ഇംഗ്ലീഷ്, മലയാളം, അറബിക് ഇത് മൂന്നും എന്തായാലും പഠിക്കേണ്ടി വരികയാണ്. ഇംഗ്ലീഷും മലയാളവും പഠിക്കുമ്പോൾ തന്നെ അക്ഷരങ്ങൾ തിരിഞ്ഞു പോകണു. ഇനി മലയാളത്തിലാണെങ്കിൽ ചിഹ്നങ്ങള് ഇങ്ങോട്ടിടുന്നത് ഇങ്ങോട്ടിട്ട് പോകണു. ഓരോ അക്ഷരത്തിനും ഏത് ചിഹ്നം വെച്ചാലാണ് ഏത് സൗണ്ട് വരിക എന്നുള്ളത് വായിച്ചെടുക്കുമ്പോൾ പിടുത്തം കിട്ടണില്ല. ഏതെല്ലാം അക്ഷരങ്ങൾ എങ്ങനെയൊക്കെ വെച്ചാലാണ് ക്യാറ്റും ബാറ്റും, ഈ പറഞ്ഞ ക്യാറ്റിന്റെയും ബാറ്റിന്റെയും കൂടെ എന്ത് വെച്ചാൽ ഇങ്ങനെ ഓരോന്നും കുട്ടികൾക്ക് ആർജിച്ചെടുക്കാൻ കഴിയണില്ല. എന്നാൽ ഇതേ കുട്ടികൾക്ക് നിങ്ങള് മൊബൈൽ ഫോൺ കൊടുത്താൽ ആ കുട്ടികൾ ആവശ്യമുള്ളതൊക്കെ സെർച്ച് ചെയ്ത് കാണണു. അപ്പൊ കുട്ടിക്ക് ബുദ്ധി ഇല്ലാത്ത കേടില്ല. പാരന്റ്സ് പറയും, നിന്റെ കുട്ടിക്ക് പുസ്തകവും പേപ്പറും പെന്നും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇരുന്ന് കിട്ടൂല, ഇരുന്നാൽ തന്നെ എഴുതി കിട്ടൂല. എഴുതും. ഇനിയിപ്പോ എഴുതിയാൽ തന്നെ ഇന്നിപ്പോ ഞാനൊരു പേജ് മുഴുവനും പ്രാക്ടീസ് ചെയ്ത് എഴുതിപ്പിച്ച പിറ്റേ ദിവസം അതേ പേജ് പിന്നെ എഴുതിപ്പിക്കേണ്ടി വരും. ഒന്നും ഓർമ്മ ഉണ്ടാവൂല. ഇവിടുന്ന് എണീച്ചായിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വിളിച്ചു വരുത്തിട്ട് എന്താ എഴുതി നേരത്തെ മോനേന്ന് ചോദിച്ചാൽ എന്റെ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവൂല. എന്താ ഇങ്ങനെ? പക്ഷെ കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ ഓർമ്മ ഉണ്ട്. ഏത് പീഡിയയില് ഏത് റാക്കുമേൽ എവിടെയാണ് ഇന്റർവ്യൂ ഇരിക്കുന്നത് എന്നുള്ളത് ഇന്ന് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പൊ ഓർമ്മക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതിലാണ് ഓർമ്മ പ്രശ്നം വരുന്നത്. അപ്പം ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുട്ടികൾക്ക് വന്ന് പെടുന്ന ഒരു പ്രശ്നം, അത് പാരന്റ്സിനും ടീച്ചേഴ്സിനും തീരാ തലവേദനയാവുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം ബേസിക് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് 3 കാരണം കൊണ്ടാണ്. ഒന്ന്, പഠിക്കാന് ഒരു വിധത്തിലുള്ള താല്പര്യവും ഇല്ല. പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും വലിയ തല്ലുപടി പാരന്റും കുട്ടിയും തമ്മിൽ ഉണ്ടാവുന്ന മറ്റൊരു വേളല്ല.
അതായത് 2 മാസം കൂട്ടിന് പഠിക്കാനില്ല വെച്ചാല് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. പഠിക്കണ ഒരു സമയം വരുമ്പോൾ മാത്രം തല്ലുപിടി, ഒരു വിധത്തിൽ താല്പര്യമില്ല, ഇരിക്കാനൊരു സ്ഥലത്ത് ഇരിക്കാനുള്ള ഇരിക്കപ്പുറത്തില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ മെമ്മറി നല്ല ഉണ്ടാവും, ബുദ്ധി നല്ല ഉണ്ടാവും. എന്നാല് രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പഠിക്കാനുള്ള സ്കില്ലില്ല. പഠിക്കാനുള്ള സ്കില്ല് എന്ന് പറഞ്ഞാൽ പഠന വൈകല്യം എന്ന് പറഞ്ഞ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇത്ര ചെരുവിൽ എഴുതിയാലാണ് എന്റെ ആദ്യത്തെ വര എന്ന് മനസ്സിലാക്കി ആ ചിത്രം മനസ്സിൽ കണ്ട് അത് തലച്ചോറിനെടുത്ത് രണ്ടാമത് പേപ്പറിലേക്ക് ഇങ്ങനെ പൊതിച്ച് കൊണ്ടുവന്ന് കൈകൊണ്ട് ഇത്രയും മെനക്കെട്ട് ചെയ്യാനുള്ള ഒരു സ്കില്ല്. കാണുന്നത് എന്താണോ, ബോർഡിൽ എഴുതിയിട്ട് എന്താണോ കാണുന്നത്, ആ കാഴ്ചയിലുള്ള സാധനം കണ്ണിലൂടെ എടുത്ത് തലച്ചോറിലേക്ക് കൊണ്ടുപോയി തലച്ചോറിലേക്ക് സ്റ്റോർ ചെയ്ത് അതിന്റെ തന്നെ എഴുത്ത് രൂപം എൻ്റെ കയ്യിലൂടെ എങ്ങനെ വരണമെന്ന് മനസ്സിലാക്കി സ്വന്തം കയ്യിലേക്ക് അതേ ന്യൂറൽ ഇമ്പൾസ് പറഞ്ഞയച്ച് കയ്യിലൂടെ ഇങ്ങനെ പൊന്തിച്ചെഴുതാനുള്ള പഠിച്ചെടുക്കാനുള്ള ഒരു സ്കില്ല്, അതിന്റെ പേരാണ് പഠന വൈകല്യം. ആ സ്കില്ല് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരാണ് പഠന വൈകല്യം. അത് ബുദ്ധിയുടെ കുറവോ എന്താ പറയാ വളർച്ചയുടെ കുറവോ മന്ദബുദ്ധിതരമോ ഒന്നുമല്ല. അക്ഷരങ്ങളും വാക്കുകളും പഠിച്ചെടുക്കുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടിക്കുന്ന സംഭവം. ഈ റെമഡിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ശരിയായ ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 1-2 മാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രശ്നമാണ് ഈ പഠന വൈകല്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നാമത് കുട്ടികളിൽ വരുന്നത് താല്പര്യമില്ലായ്മ, രണ്ടാമത് കുട്ടികളിൽ വരുന്നത് പഠന വൈകല്യം. ഇനി പഠന വൈകല്യം ഇല്ലാത്ത കുട്ടിയാണ്, താല്പര്യം ഇല്ലാത്ത കുട്ടിയാണ് മൂന്നാമത്തെ കുട്ടികളുടെ പ്രശ്നം. നിങ്ങൾ 4ാം ക്ലാസ് തൊട്ട് 4, 5, 6, 7 കുറച്ച് പ്രായം കൂടുതലുള്ള കുട്ടികളിൽ വന്ന് പോകുന്ന ഒരു പ്രശ്നമാണ് കൃത്യമായിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റാത്തത്. എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, എഴുതിയിട്ടും വായിച്ചിട്ടും എത്ര പ്രാവശ്യം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലും കുട്ടിക്ക് ആൻസർ പേപ്പറിലേക്ക് വരുമ്പോൾ മാർക്ക് ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഞാൻ ഇന്ന സാധനം പഠിച്ചിട്ട് ഇന്ന മനസ്സിൽ വെച്ചിട്ട് മനസ്സിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പരീക്ഷാ പേപ്പറിലേക്ക് എഴുതേണ്ടത് എന്നതിന് കൃത്യമായിട്ടൊരു രൂപരേഖ കുട്ടിക്ക് ഉണ്ടാവില്ല, പഠിക്കാൻ ഒരു പദ്ധതി ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ 3 പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനൊരു സഹായം കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾ പാരന്റ്സിന് ഇതിനൊരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റുക? ഒരു കുട്ടിക്ക് പൊട്ടിപ്പൊരിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ, പൊട്ടിപ്പൊരിച്ചിൽ എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ പറയാം ADHD എന്നാണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് മാത്രമായിട്ട് പറയും. അത് പ്രധാനമായിട്ടും അത് കാണല് 4ാം ക്ലാസ്സിന്റെ താഴെയുള്ള മക്കളിലാണ്. കുഞ്ഞു മക്കൾ LKG മുതൽ ഒരു 2ാം ക്ലാസ് വരെയുള്ള മക്കളിലാണ് കൂടുതലായിട്ട്. എവിടെ ഇരിക്കാനും ഇരിക്കൂല, എങ്ങോട്ട് പോയാലും ഇരിക്കാൻ പറ്റൂല, എങ്ങനെ ഇരുത്തി എന്ത് കാട്ടിയാലും വേണ്ടില്ല, കുറച്ചു നേരം ഇരുന്നുകാണ്ട് മണ്ടി പോകും. അഥവാ ഇരിക്കാൻ തന്നെ ഇങ്ങനെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള സഹായം കൊടുത്തിട്ട് ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ് കുറവ്. അതായത് ഒരു പുസ്തകം ഒരു പെന്നും കൊടുത്താൽ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെ തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് ഇമ്പൾസിവിറ്റി വരികയാണ്. എന്നിട്ട് എണീക്ക് ഓട്, എണീക്ക് ഓട്, എണീക്ക് ഓട് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് ബ്രെയിന് അതിനെ അവിടെ ഇരുത്തുന്നില്ല. ബ്രെയിൻ ഇങ്ങനെ കൂടുതൽ ഇലക്ട്രിക് ഇമ്പൾസ് ഇങ്ങനെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു റീസൺ ആണ് മൊബൈൽ ഫോൺ. ഒരു റീസൺ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിലാണ് ഇത്രയും ഇമ്പൾസീവ് ആവാനുള്ള ഒരു സാധ്യത കുട്ടികൾക്ക് ഉണ്ടാവുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, മൊബൈൽ ഫോണിൽ ഒരേ സമയം സൗണ്ടിലൂടെയും കണ്ണിലൂടെയും കാഴ്ചയിലൂടെയും വെളിച്ചത്തിലൂടെയും ഒരുപാട് ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി തലച്ചോറ് ഇങ്ങനെ ആക്റ്റീവായിട്ട് കറണ്ടിന്റെ വേവ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിനൊക്കെ അമർച്ച വരുത്തിങ്ങാണ്ട് ഒന്നിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ പറയുമ്പോൾ, പ്രത്യേകിച്ച് നോട്ട്ബുക്കിന് ഒരു കളറും ഇല്ല. നോട്ട്ബുക്ക് വെള്ള കളറാണ്, നോട്ട്ബുക്കിൽ എഴുതുന്ന പെൻസിലിന് കറുപ്പ് കളറാണ്. അപ്പം കളേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട്
കുട്ടികളോട് പറയുമ്പോൾ കളേഴ്സ് ഉള്ള മൊബൈൽ ഫോൺ ശീലിച്ചവർക്ക് എന്ത് പറ്റണില്ല, തലച്ചോറിനെ ഡൗൺ ആക്കാൻ പറ്റണില്ല. ഡൗൺ ആക്കാൻ വേണ്ടി കക്കയൊന്ന് കൊടുത്താലോ ആ വേദനന്റെ ഓർമ്മയിൽ കുറച്ചു നേരം ഇരിക്കും, പിന്നെയും തലച്ചോറ് ഇമ്പൾസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് ടൈം ട്രയലിന് ട്രെയിനിങ് കൊടുക്കണം. അതിനാണ് തെറാപ്പി എന്ന് പറയുന്നത്, ഒക്യുപേഷൻ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സഹായം ആവശ്യമാണ് പൊട്ടിപ്പൊരിച്ചിൽ കുറയ്ക്കാൻ. അത് കുറച്ചു കഴിഞ്ഞാലേ അവർക്ക് അവരുടെ പുസ്തകത്തിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം വന്നിട്ടുള്ള പ്രായം 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൊട്ടിപ്പൊരിച്ചിലുണ്ടെങ്കിലും ശ്രദ്ധ കുറവുണ്ടെങ്കിലും ഇരിക്കാനുള്ള മടി ഉണ്ടെങ്കിലും ഏത് രീതിയിലുള്ള തെറാപ്പി കൊടുത്തു കഴിഞ്ഞാലും അത് സഹായമാവും. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് തെറാപ്പി എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാണ്ട്, നേരെ വെളുത്താൽ തിന്നാൻ കൊടുക്കണം, ഡ്രസ്സ് ശരിക്കുണ്ടോ നോക്കണം, ഇസ്തിരി ഇട്ട് കൊടുക്കണം, പിന്നെ സമയത്തിന് ഭക്ഷണം പാക്ക് ചെയ്ത് റെഡിയാക്കി സ്കൂളിന്റെ ബസ് വരുന്ന ടൈം കൊണ്ട് എല്ലാം ശരിയാക്കി വെച്ച് കുട്ടി പോയി കഴിഞ്ഞാൽ വീട്ടിലത്തെ എല്ലാ ജോലികളും വീട്ടിലത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫ്രീ ആയിട്ട് കുറച്ചു നേരം ഇരുന്ന് അപ്പോഴത്തേന് കുട്ടികൾ വരാൻ നേരമായി, പിന്നെ വന്ന കുട്ടികളെ കൊണ്ട് കെട്ടിമറിയണം. ഇതിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് സ്വന്തം കുട്ടീനെ വീട്ടിലിരുത്തിയിട്ട് പൊട്ടിപ്പൊരിച്ചിൽ മാറ്റാൻ ട്രെയിനിങ് ചെയ്യാം? അതിന് നിങ്ങൾക്ക് പുറമെന്ന് സഹായം എടുത്ത് ക്ലിനിക്കുകളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നവർക്ക് പോയി കുട്ടികൾക്ക് കൗൺസിലിംഗ് സേവനം കൊടുത്തിട്ട് വേണം, തെറാപ്പി കൊടുത്തിട്ട് വേണം പൊട്ടിപ്പൊരിച്ചിൽ പോലത്തെ ശ്രദ്ധ കുറവുണ്ടെങ്കിൽ മാറ്റാൻ. രണ്ടാമത് ഞാൻ പറഞ്ഞത് പഠന വൈകല്യമാണ്. പഠന വൈകല്യം നിങ്ങൾ ഈ വിജയസ്പർശം എന്ന് പറഞ്ഞ പദ്ധതി കേരള ഗവൺമെന്റ് തുടങ്ങിയത് തന്നെ പഠന വൈകല്യത്തിന്റെ അളവ് കോവിഡ് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് പഠന വൈകല്യത്തിന്റെ അളവ് കൂടി. 10 വയസ്സിന് താഴെയുള്ള 4 വയസ്സിന്റെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കോവിഡിന്റെ സമയത്ത് വീട്ടിലിരുന്ന് പഠിച്ചപ്പോൾ അത്രയും വർഷത്തെ അത്ര 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളിലേക്കും അതിൽ കുറച്ചൊന്ന് ബാക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ പഠന വൈകല്യം വല്ലാണ്ട് കൂടി. ആർക്കും പഠിച്ചെടുക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഇപ്പം വലുതായ കുട്ടികളായി കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും കണക്കോ ഭാഷകളോ അറിയണില്ല. ഭാഷയും കണക്കോ അടിസ്ഥാനങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി വിഷയങ്ങൾ പഠിക്കാൻ പറ്റണില്ല. വല്ലാണ്ട് കുട്ടികൾ തോൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വിജയസ്പർശം എന്ന് പറഞ്ഞൊരു പദ്ധതിയിലേക്ക് കേരള ഗവൺമെന്റ് എത്തുന്നത്. പക്ഷെ സങ്കടകരം എന്നുള്ള രീതിയിൽ ഇത് ടീച്ചേഴ്സ് തന്നെയാണ് അതിനുള്ള ഡ്യൂട്ടി. ട്യൂഷൻ എന്ന രീതിയിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന രീതി തന്നെയാണ് വിജയസ്പർശത്തിലും മിക്കവാറും ഉപയോഗിക്കുന്നത്. വീണ്ടും എഴുതാനുള്ളത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് കൊണ്ട് മാത്രം പഠന വൈകല്യം നികത്താൻ പറ്റൂല. അതായത് നിങ്ങൾക്കിപ്പോ എന്താ പറയാ, ഡാൻസ് കളിക്കാനുള്ള ഒരു സ്കില്ലില്ല എന്ന് വിചാരിക്കുക, പാട്ട് പാടാനുള്ള ഒരു സ്കില്ലില്ല എന്ന് വിചാരിക്കുക. ഒരുപാട് പ്രാവശ്യം നിങ്ങളെ കൊണ്ട് അത് തന്നെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം അത് ചെയ്യാനുള്ള സ്കില്ലിലേക്ക് വരുമോ? ഇല്ല. താരതമ്യേന ഒരു വ്യത്യാസം വരും. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയ്ക്കായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു കഴിവ് വരില്ല. നിങ്ങൾ എല്ലാവരും തന്നെ, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഭക്ഷണം പാകം ചെയ്യണവരാണ്. എന്നാൽ നിങ്ങൾക്കൊരു ഹോട്ടലിൽ പോയിട്ട് പുതിയൊരു വിഭവം ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കുമോ? ഇല്ല. അതിന് കൃത്യമായിട്ടുള്ള അതിന്റെ അളവും അതിന്റെ തോതും അതിന്റെ ചൂടും അതിന്റെ പാത്രവും ഒക്കെ മനസ്സിലാക്കാനുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പഠിക്കാൻ ഒരു കുട്ടിക്കുള്ള സ്കില്ല്, എഴുതാനും വായിക്കാനുള്ള ഒരു സ്കില്ല് ഇല്ല എങ്കിൽ അത് അക്ഷരങ്ങൾ തൊട്ടിട്ട് കൃത്യമായി പരിശീലിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങണം. ആ പരിശീലനത്തിന്റെ പേരാണ് റെമഡിയൽ ട്രെയിനിങ്. അത് കൊടുക്കുന്ന ധാരാളം ക്ലിനിക്കുകൾ തിരൂര് തന്നെ ഉണ്ട്. അപ്പം ഇവിടെ പലർക്കും തുടങ്ങിയിട്ടുണ്ട്. പേസ് എന്ന് പറഞ്ഞിട്ടൊരു റിഹാബ് ഞാൻ കണ്ടു, അവിടെ തുടങ്ങി. അങ്ങനെ ക്ലിനിക്കുകളിൽ പോയിട്ട് നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഉണ്ട് സൗജന്യമായിട്ട് പഠന വൈകല്യത്തിലുള്ള തെറാപ്പി എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സേവനമാണ് പഠന വൈകല്യത്തിലുള്ള തെറാപ്പി. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ കുട്ടികൾക്ക് മാറ്റം വരുന്നത് കാണും. എൻ്റെ അടുത്ത് ഒരു പാരന്റ് ഇതേമാതിരി പഠന വൈകല്യത്തിനുള്ള തെറാപ്പി ആവശ്യമുള്ള കുട്ടീനെ കൊണ്ട് വന്നപ്പം
ഞാൻ ആ പാരന്റ് 2-3 സെഷനൊക്കെ 2-3 പ്രാവശ്യമൊക്കെ കുട്ടീനെ കൊണ്ടുവന്നതിന് ശേഷം പറയാണ്, എന്റെ മാഡം എന്റെ കുട്ടീന്റെ കയ്യിന്റെ ഇവിടെ മുഴുവനും മുറിയായിരുന്നു. മദ്രസത്തെ ഉസ്താദ് എഴുതാൻ അറിയായിട്ട് നുള്ളിയിട്ട് ഇപ്പൊ മുറിയൊക്കെ ഉണങ്ങി ഓനിപ്പോ എഴുതാൻ കിട്ടുന്നുണ്ട്. അപ്പൊ കുട്ടീനെ നുള്ളിട്ടോ പിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തപ്പം കുട്ടി എഴുതാനും വായിക്കാനും തുടങ്ങി. അവന് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. ബോർഡിൽ എഴുതിയത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് പഠന വൈകല്യത്തിനുള്ള ട്രെയിനിങ് ആണെങ്കിൽ അത് എവിടെയാണുള്ളത് എന്നുള്ളത് അന്വേഷിച്ച് അത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി ഇല്ല. അതായത് നമ്മൾ കുട്ടികൾ ഈ പറഞ്ഞ 4ാം ക്ലാസ്സിന്റെ മേലൊക്കെയുള്ള കുട്ടികളായി കഴിയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കും. എന്താ പഠിപ്പിച്ചു കൊടുക്കുക? നിങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാഗ് ഊരിയിട്ട് ഇന്ന സ്ഥലത്ത് വെക്കണം, ചെരുപ്പ് ഊരിയിട്ട് ഇന്ന സ്ഥലത്ത് വെക്കണം, ഡ്രസ്സ് മാറിക്കഴിയുമ്പോൾ അഴിച്ചിട്ടതൊക്കെ അലക്കാനിടണം, സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കണം. ഇങ്ങനെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വത്തിൻ്റെതായിട്ടുള്ള, കുളിക്കുമ്പോൾ ശരീരഭാഗങ്ങളെല്ലാം സോപ്പ് തേച്ച് ക്ലീൻ ചെയ്ത് കഴുകണം. ഇങ്ങനെ പേഴ്സണൽ ഹൈജീന് ആവശ്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഓരോന്ന് നമ്മൾ വാ തുറന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ എങ്ങനെയാണ് കിതാബിലെ പുസ്തകത്തിൽ എഴുതി വെച്ച ഈ ഭാഷയിൽ എഴുതി വെച്ച സാധനം അർത്ഥത്തിന്റെ രൂപത്തിലാക്കിയിട്ട് തലയിലേക്ക് കയറ്റേണ്ടത്. നീ ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ്, ഗുണന പട്ടിക എങ്ങനെയാണ്, ഗുണന പട്ടിക നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയണ പോലെ പറഞ്ഞു കൊടുക്കുക. നീ ഏത് രീതിയിലാണ് പഠിക്കണത്, നിനക്ക് വായിച്ചാൽ പഠിക്കണുണ്ടോ, ഞാനും നിന്റെ കൂടെ ഇരിക്കണുണ്ട്, എനിക്ക് മനസ്സിലാവണത് പോലെ എനിക്ക് പറഞ്ഞോണ്ടാ എന്ന് പറഞ്ഞിട്ട് കുട്ടിയും മാതാവും കുട്ടിയും പിതാവും കൂടി ഇരുന്നിട്ട് പഠിക്കണ സമയത്ത് എങ്ങനെയാണ് പഠിച്ചെടുക്കുക. കുട്ടിക്ക് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും, കാലെടുത്തിട്ട് പെഡലിമ വെക്ക്, അമർത്തി ചവിട്ട്, ഞാൻ ബാക്കിൽ പിടിച്ചിട്ടുണ്ട്, നീ വീഴൂല, നീ മെല്ലെ മെല്ലെ ചവിട്ടി നോക്ക്, മുന്നോട്ട് നോക്ക്. ഇങ്ങനെ നമ്മൾ കൃത്യം ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടാണ് കുട്ടീനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുക. എന്നാൽ പഠിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും ഈ കോൺവെർസേഷൻ നടക്കണില്ല. പഠിക്കാനിരിക്കുമ്പോ പോയിരുന്നു പഠിക്കണം, പോയിരുന്നു പഠിക്കടി എന്ന ഒരു സംഭവം. എത്ര പറഞ്ഞാലും ഈ കുട്ടി പഠിക്കാനിരിക്കൂല, എനിക്ക് ഇനി ടീച്ചറൊന്നും ചീത്താക്കാൻ വയ്യ എന്ന നമ്മളെ ഇളഞ്ഞേറ് പറച്ചില്, ഇതൊക്കെയാണ് കൂടുതലും പഠിത്തത്തിന്റെ കാര്യത്തില് പാരന്റും കുട്ടിയും തമ്മിൽ നടക്കുക. അതിൽ നിന്ന് മാറിയിട്ട് അനക്ക് പഠിക്കണം, പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ, മാർക്ക് കിട്ടിയാലേ നല്ല രീതിയിലുള്ള എന്തെങ്കിലും ജോലി കിട്ടുള്ളൂ. ഇമ്മ കണ്ടോ ജോലി ചെയ്യണില്ല, ഉപ്പ കണ്ടോ അത്ര തന്നെ പഠിപ്പില്ലാത്ത ജോലിയാണ് ചെയ്യണത്. നിന്റെ കുട്ടി അങ്ങനെ ആവരുത്. ചെറിയ രീതിയിലുള്ള കുറച്ച് മെനക്കെടുകൾ ചെയ്താലും നല്ല ശമ്പളം കിട്ടുന്ന ജോലികളാണ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുക. പഠിക്കണ കാലം നല്ലപോലെ പഠിച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസയൊക്കെ കിട്ടി ഇമ്മാനെ ഇപ്പാനെ നല്ലപോലെ നോക്കാനാവും. ഇങ്ങനെ ഒരു ലക്ഷ്യബോധം കുട്ടിക്ക് മനസ്സിലാവാൻ 4ാം ക്ലാസ്സിൽ 9 വയസ്സ് 10 വയസ്സായി കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവും. അപ്പൊ ഉപ്പയും ഉമ്മയും കൂടിയോ ഉപ്പ ഒറ്റയ്ക്കോ ഉമ്മ ഒറ്റയ്ക്കുമോ കുട്ടീനെ ഇരുത്തിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്തിനാണ് പഠിക്കണത്, എന്താണ് നീ സ്വപ്നം കാണേണ്ടത്, നിനക്ക് ഡോക്ടർ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ. പഠിത്തം മോശമാണ്, പഠിച്ചിട്ട് എനിക്ക് കുറെ മാർക്കൊന്നും കിട്ടണില്ല, എന്നാലും SSLCന്റെ സർട്ടിഫിക്കറ്റും +2ന്റെ സർട്ടിഫിക്കറ്റും അതിന്റെ കഴിവ് പോലെ ഈ ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് ഓരോ മേഖലകളിലും ഡിപ്ലോമ ആയിട്ടോ മറ്റോ തൊഴിൽ സ്കിൽസ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പല കുട്ടിക്കോ ഉമ്മാന്റെ കുട്ടിക്കോ പറ്റണ പോലെ ഈ പഠിക്കുക, ഞങ്ങൾ സപ്പോർട്ടിനുണ്ട്. ഏത് വിഷയമാണ് എനിക്ക് ബുദ്ധിമുട്ട്, ഈ വിഷയത്തിൽ ഏത് പാഠമാണ് എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് വായിച്ചുകൊണ്ടാണ്, എനിക്കറിയണ ഇംഗ്ലീഷും മലയാളവും ആണെങ്കിൽ ഞാൻ അർത്ഥം പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ടോ യൂട്യൂബ് നോക്കിയിട്ടോ ക്ലാസ് കേട്ടിട്ട് നമുക്കത് മനസ്സിലാക്കി എടുക്കാം. ഇങ്ങനെ പാരന്റും കുട്ടിയും കൂടി ഒരുമിച്ചിരിക്കാനുള്ള ഒരു സമയം കൂടിയാക്കി പഠിക്കണ സമയം മാറ്റുക. ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ ഇരിക്കും, കാരണം ABCD നമുക്ക് മനസ്സിലാവും. പക്ഷെ ABCD വന്നൊക്കെ വിട്ടിട്ട്
കൂടുതൽ വലിയ സ്റ്റോറീസും ഗ്രാമറും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഡിവിഷനും ഒക്കെ ആയി ആംഗിൾസ് ഇങ്ങനത്തെ വലിയ ടോപ്പിക് വരുമ്പോൾ നമുക്കും കൺഫ്യൂഷൻ വരും. പക്ഷെ അനുഗ്രഹം എന്ന് പറയാൻ ഇന്ന് എല്ലാതും ഗൂഗിളിലുണ്ട്, എല്ലാതും യൂട്യൂബിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഏത് റെസിപ്പിയും നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലും നോക്കി പഠിച്ചെടുക്കാൻ നോക്കും. നമുക്ക് തുന്നാനുണ്ടെന്നുണ്ടെങ്കിൽ തുന്നണതിന്റെ പുതിയ മോഡൽ നമ്മൾ ഇൻസ്റ്റയിൽ നോക്കി കണ്ടുപിടിക്കും. ഇതുപോലെ പഠിക്കാനും നമുക്ക് ഫോണിലെ സഹായങ്ങൾ AI ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പഠിക്കണത് എന്ന് പറഞ്ഞ കാര്യം, ഇനിയിപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളും കൂടി ഇരുന്നിട്ട് ഫാന്റസി പാർക്ക് വേണോ, ഫ്ലോറ ഫാന്റസിയ വേണോ, എങ്ങനെയാണ് അവിടുത്തെ റൈഡുകൾ, അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ നോക്കും. അതുപോലെ പഠിക്കാനും വേണ്ടിയിട്ട് നിങ്ങളും കുട്ടികളും കൂടി ഒരുമിച്ചിരുന്ന് മൊബൈല് നോക്കി മൊബൈലിൽ ഏത് രസത്തിൽ എങ്ങനെയൊക്കെ പഠിച്ചെടുക്കാന്നുള്ളത് കണ്ടുപിടിച്ച് ഒന്നിച്ചിരുന്നിട്ട് കുട്ടീൻ്റെ കഴിവ്, നിങ്ങൾ കുട്ടി വായിക്കണത് കേട്ടിട്ട് വായനയിൽ അർത്ഥം മനസ്സിലാക്കി തിരിച്ച് പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ട് കൂടെ, പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉപ്പുണ്ട് കൂടെ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ പഠിക്കണത് ഇഷ്ടമാണ്, അപ്പം ഞാൻ കുറച്ചും കൂടി ശ്രമിച്ചാൽ നല്ലതല്ലേ എന്നാലോചിച്ച് കുട്ടി പഠിക്കാൻ തുടങ്ങണം. കുട്ടി തന്നെ സ്വന്തമായി പദ്ധതികൾ ഉണ്ടാക്കുന്നു. ആയിക്കോട്ടെ, ഒരു സെന്റൻസ് വായിച്ച് അതൊന്ന് മനസ്സിലേക്ക് മാറ്റി രണ്ടാമത്തെ സെന്റൻസ് പിന്നെ വായിച്ചാലാണ് എനിക്ക് മനസ്സിലാവുക. അങ്ങനല്ലേ, ഇങ്ങനെയുള്ളൊരു കോൺവെർസേഷൻ, സംഭാഷണം പഠിത്തത്തിനെ കുറിച്ച് ഉണ്ടായി കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് ലേണിംഗ് സ്ട്രാറ്റജി ഉണ്ടാവുക. അതായത് ഇപ്പൊ കയ്യിലുള്ള സാധനം, നമ്മളെ കയ്യിൽ കുറച്ച് അരി കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ കഞ്ഞിയാക്കണം എന്നുള്ളതിന് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട്. ആ അരി കഴുകി വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് ഇട്ടാൽ എന്ന് പറയുന്നത് അതാണ് പദ്ധതി, അതാണ് രൂപരേഖ. ഇങ്ങനെ ഒരു രൂപരേഖ കുട്ടിക്ക് പഠിത്തത്തിനെ കുറിച്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 5-ാം തീയതി തൊട്ട് പരീക്ഷയാണ്, ഞാൻ ഇന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങണം. ഇന്ന് ഏത് വിഷയം പഠിക്കണം, ഉമ്മ ഏത് വിഷയമാണ് ഞാൻ പഠിക്കേണ്ടത്, ഉപ്പ ഏത് വിഷയമാണ് ഞാൻ പഠിക്കേണ്ടത്, ഇങ്ങനെ കുട്ടിക്ക് വന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു രസകരമായിട്ടുള്ള ബന്ധവും ഇമ്മയും കുട്ടിയും വാപ്പയും കുട്ടിയും തമ്മിൽ ഉണ്ടായാൽ കുട്ടിക്ക് പറ്റുന്ന കഴിവ് എന്താണോ ആ കഴിവനുസരിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യം വരും. ഇനിയും ചില മക്കളിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പണ്ടൊരു ശില്പി പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, കരിങ്കല്ലിൽ ഞാനൊരു പ്രതിമയെ കണ്ടു, അത് പുറത്തേക്ക് വരുന്നത് വരെ ഞാൻ അതിനെ കൊത്തിക്കൊണ്ടേയിരുന്നു. ഒരു കരിങ്കല്ലാണ് ഒരു ശില്പി കാണുന്നത്, അതിൻ്റെ ഉള്ളില് ഒരു ശില്പം, ഒരു പ്രതിമ ഉണ്ടെന്ന് അയാൾ കണ്ണുകൊണ്ട് കാണുകയാണ്. നമ്മളാരും കാണൂല, ശില്പി മാത്രമാണ് കരിങ്കല്ല് നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ കൊത്തി കഴിഞ്ഞാൽ ഒരു പ്രതിമ ഉണ്ടെന്ന് കാണാം. കരിങ്കല്ലിൽ ഞാനൊരു പ്രതിമയെ കണ്ടു, അത് പുറത്തേക്ക് വരുന്നത് വരെ ഞാൻ അത് കൊത്തിക്കൊണ്ടേയിരുന്നു. അയാൾ ഇങ്ങനെ കൊത്തി ആ ശില്പത്തിനെ കരിങ്കല്ലിൽ നിന്ന് പുറത്തെടുക്കുക. അപ്പൊ അതുപോലെയാണ് മക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് ടാലൻസ് ആണ്. പഠിക്കുക എന്ന് പറഞ്ഞത് അവരുടെ 10, 15, 1000 കണക്കിനോ ടാലൻസിൽ ഒന്ന് മാത്രമാണ്. ചില മക്കൾക്ക് സംസാരിക്കാനാവും കഴിവ്, ചില മക്കൾക്ക് ഫ്രണ്ട്സിന് ഉണ്ടാക്കാനാവും കഴിവ്, ചില മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്യാനാവും കഴിവ്, ചില മക്കൾക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് അതിലൂടെ നല്ല ഐഡിയാസ് കണ്ടെത്തി അതിലൂടെ പല രീതിയിലുള്ള ട്രേഡിങ് നടത്തി ബിസിനസ്സുകൾ നടത്താനാവും കഴിവ്. പുതിയ കാലത്തെ മക്കൾക്ക് പുതിയ കാലത്തിൻ്റെതായ കഴിവുകൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനമായിട്ട് കുട്ടിക്ക് പഠിത്തം വേണമെന്ന് നമുക്ക് എന്തായാലും അറിയാം, കുട്ടിക്ക് വേണേനും. എന്നാൽ ആ ഒരു കഴിവ്, പഠിത്തമെന്ന കഴിവിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് ജീവിതം മടുത്തു പോകണം. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാരന് ഏറ്റവും നന്നായിട്ട് കാർ ഓടിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാല് അയാൾ ക്രിക്കറ്റ് കളി അയാളുടെ തൊഴിൽ മാത്രമാണ്. അയാൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾക്ക് വല്ലാത്ത ആനന്ദം ഫീൽ ചെയ്യണം. അപ്പൊ അതുപോലെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ജോലിയാണ്. പഠിത്തത്തിൽ ആനന്ദം കുറവാണ്. ആനന്ദമുള്ള രസകരമായ ക്രിയാത്മകമായ ക്രിയേറ്റിവിറ്റി വളരുന്ന രീതിയിലുള്ള മറ്റ് കഴിവുകൾ കൂട്ടത്തിൽ വളർത്താൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിൽ നിങ്ങൾ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ് കുട്ടിക്ക് വെഴ്സാറ്റൈലായി വളരാൻ പറ്റുള്ളൂ. എല്ലാ വിധത്തിലുള്ള ടാലൻസും വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത്
പഠിത്തം അല്ലാതെ കുട്ടിക്ക് താല്പര്യമുള്ള ഏത് മേഖലയാണോ അത് നന്നായി വളർത്തിയെടുക്കുക. പഠിക്കാനും എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ ഏറ്റവും കൂടുതൽ കാണുന്ന കഴിവാണ് ചിത്രം വരയ്ക്കാനുള്ള കഴിവ്, ഫോട്ടോസിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ള താല്പര്യമൊക്കെ. പക്ഷെ എല്ലാവരും പറയും ഞാൻ പുസ്തകത്തില് കളറും പെന്നും പേപ്പറും ഒക്കെ എടുത്ത് മൂട്ടി വെച്ചിട്ട് പരീക്ഷ കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറയും. അപ്പൊ കുട്ടിന്റെ തലച്ചോറ് മുഴുവനായിട്ട് ഉണരണം എന്നുണ്ടെങ്കിൽ ആ പേപ്പറും പെൻസിലും ക്രയോണും കളറും വെട്ടാനുള്ള കത്രികയും കളർ പേപ്പറും പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള മുത്തും നൂലും ഒക്കെ ഉണ്ടെങ്കിലേ കുട്ടിന്റെ തലച്ചോറ് മുഴുവനായിട്ട് ഉണരുള്ളൂ. ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ള കുട്ടിക്ക് ഫുട്ബോൾ കൊടുത്ത് ഫുട്ബോൾ ഒരുപാട് തട്ടി ഗ്രൗണ്ടിലൂടെ കുറേ ഓടി കളിച്ചെങ്കിലേ കുട്ടിക്ക് തലച്ചോറ് ഉണരുള്ളൂ. ഓൾറെഡി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് തലച്ചോറ് ഉണരാണ്ടിരുന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങള് എപ്പോഴും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മറ്റു കഴിവുകൾ എന്താണ്? നന്നായി കുക്ക് ചെയ്യാനുള്ള കുട്ടിക്ക് നന്നായി കുക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അപ്പൊ ആ കുട്ടി അത് മുഴുവനായിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വല്ലാത്ത ആത്മസംതൃപ്തി വരും. ആ സംതൃപ്തി ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാന് വലിയ സഹായം കൊടുക്കും. അപ്പൊ പഠിക്കാനുള്ള ഒരു കഴിവിലെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ബാക്കി പല കഴിവുകളും നല്ലോണം. എല്ലാ കുട്ടികളെയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നാൽ പഠിക്കൂല, തീരെ പഠിക്കൂല. എന്നാലും ബാക്കി എല്ലാത്തിനും ബെസ്റ്റാണ്. എനിക്ക് എല്ലാ സഹായവും ചെയ്തൊരു നമ്പർ അതുപോലെ അതുപോലെ എന്ന് വെച്ചാൽ പഠിത്തം ഒഴിവാക്കണം എന്നല്ല. കുട്ടീനെ പഠിത്തത്തിന്റെ പേരിൽ മോശം പറയരുത്. പഠിക്കാനുള്ള കഴിവ് നിനക്ക് കുറവാണ്, പക്ഷെ നമുക്ക് സ്കൂളിൽ പെർഫോം ചെയ്യാണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല. അപ്പൊ ആ പെർഫോമൻസ്, മിനിമം പെർഫോമൻസ് നിനക്ക് എന്തായാലും വേണം. ബാക്കി കഴിവുകളും ഈ കൂട്ടത്തിൽ നന്നായി വളർത്തിക്കോ. ജീവസന്ധാരണത്തിനായിട്ട് കുട്ടി ചിലപ്പോൾ ബാക്കി കഴിവുകളാവും ഉപയോഗിക്കുക. പക്ഷെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഗുണം കൊണ്ട്, എഴുത്തും വായനയും കൃത്യമാണെന്നുള്ള ഒരു ഗുണം കൊണ്ട് ആ ജീവിക്കുമ്പോൾ ചെയ്യണം ആ ബിസിനസ്സിന് ഒരുപാട് മെച്ചം കൂടും, അല്ലേ? അതറിയില്ലേ? അപ്പൊ ഇത് കുട്ടിക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക. ഒരു സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിനക്ക് ജയിക്കാനുള്ള രീതിയിൽ എന്തായാലും പഠിക്കണം. ആ ലെവലിലേക്ക് നമുക്ക് നിന്റെ പഠിത്തത്തിനെ എങ്ങനെയും പിടിച്ചു നിർത്താം. അപ്പൊ ഇങ്ങനെ നിങ്ങള് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ വളർത്താൻ നിങ്ങൾക്ക് എളുപ്പം ആയി കഴിയും. കുട്ടികളെ വളർത്താൻ എളുപ്പമാണോ? ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ കുട്ടികളെ വളർത്താൻ എളുപ്പമാണോ? പാരന്റ്സ് ആരും എന്ത് സുഖമുള്ള പണിയാന്നറിയോ കുട്ടികളെ വളർത്തലെന്ന് പറയണത് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ കുട്ടികളെ വളർത്തൽ പാരന്റ്സിന്റെ മാത്രം ചുമതലയായത് ഇപ്പോഴാണ് കൂടുതൽ. ലോക ചരിത്രത്തിൽ തന്നെ ഇപ്പോഴാണ് കുട്ടികളെ വളർത്തൽ പാരന്റ്സ് മാത്രം ചെയ്യുന്ന ഒരു സമയം വന്നിട്ടുള്ളത്. കൂടുതലും ഒരു സമൂഹം ഒന്നിച്ചും ഒരു ഗ്രാമം ഒന്നിച്ചൊക്കെ കുട്ടികളെ വളർത്തിയിരുന്നത്. ഇന്ന് ഒരു കുട്ടീനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉമ്മാനോട് അല്ലെങ്കിൽ അതിന്റെ ഉപ്പാനോട് ചോദിക്കണം. ചിലപ്പോ ഉമ്മാക്കും ഉപ്പാക്കും തന്നെ അറിയില്ല, ഡേ കെയറിലുള്ളവരോട് ചോദിക്കണം. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. നേരെ വെളുത്ത ഡേ കെയറിലായിരിക്കും. ഡേ കെയറിലുള്ളവരോട് ചോദിച്ചാൽ കുട്ടീന്റെ നിത്യജീവിതം അറിയണ്ട. അപ്പൊ ഇങ്ങനെ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാല് ഭാരിച്ച ചുമതലയായത് ഇന്നത്തെ കാലത്താണ്. അപ്പോൾ പാരന്റ്സിന് അത് കുറച്ച് ടഫാണ്. ഞാൻ ഈ പറയണതൊക്കെ നിങ്ങൾക്ക് ഇത് പറയാം, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നേരിട്ട് നിങ്ങളൊരു പാരന്റ് അല്ലേ എന്നൊക്കെ എന്നോട് കൗൺസിലിംഗ് റൂമിൽ പലരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലേ, നിങ്ങളെങ്ങനെ ഈ പ്രശ്നത്തിനിടയിൽ കുട്ടീനെ അങ്ങനെ വളർത്തല് എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ പാരന്റിംഗ് ക്ലാസ് ഞാനിപ്പോ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 6 കൊല്ലം 7 കൊല്ലമായി. തുടക്കത്തിൽ പാരന്റിംഗ് ക്ലാസ് എടുക്കാൻ പോകാൻ എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ എനിക്ക് 12 വയസ്സായ ഒരു മോനുണ്ട്. അപ്പൊ എനിക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റണ ചെറിയ ചെറിയ ശ്രമങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനും ചെയ്യാനും പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എത്ര സ്ട്രെസ് കുട്ടികൾ ചെയ്യണ ഓരോ കാര്യങ്ങളും കുട്ടികളുമായി ബന്ധപ്പെട്ട ആൾക്കാർ വല്ലാത്ത സ്ട്രെസ് ഉണ്ടാക്കണം. കുട്ടി കൈ ചൂണ്ടി സംസാരിക്കണം, കുട്ടി എന്നെ തള്ളിയിട്ടു. ചില കുട്ടികൾ മൊബൈൽ കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്യണം, ചില കുട്ടികൾ മൊബൈൽ കൊടുക്കാത്തതിന് കുത്തിക്കൊല്ലെന്ന് പറയണം, ചിലർ കൊല്ലണം. ഇങ്ങനത്തെ കാലത്ത് എനിക്ക് കുട്ടീനെ വളർത്തുമ്പോൾ പേടി തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പൊ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. പക്ഷെ ടെൻഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് കൃത്യമായി ഇത് ചെയ്യാനുള്ള ഒരു
സഹായവും സഹകരണവും നമ്മൾ ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ച് ചെയ്യാത്തത് കൊണ്ടാണ്. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് വിടുന്നു, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ വീട്ടിലേക്ക് ചെയ്യുന്നു. സ്കൂൾ എന്ന ഒരു സ്ഥാപനവും വീടെന്ന ഒരു സ്ഥാപനവും മാത്രം പോരാ ഇന്ന് കുട്ടികളെ വളർത്താൻ. നിങ്ങൾക്കറിയാം, വീട്ടിലിരുത്തിയിട്ട് നിങ്ങൾ ആരും പനിയും ജലദോഷം പോലും ഒറ്റക്ക് എന്താ പറയാ മാറ്റിയെടുക്കൂല. പനിയും ജലദോഷം ആണെങ്കിലും കൂടി നിങ്ങളിപ്പോ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോണുണ്ട്. കുട്ടികൾക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് കുടിച്ചിട്ട് മുറിവ് പഴുക്കാണ്ട് നോക്കണുണ്ട്. ഒരു വിധത്തിലും കുട്ടിക്ക് വരുന്ന വേദനകളൊന്നും നമ്മൾ പരിശോധിക്കാൻ ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോകാതെക്കണില്ല. എല്ലാത്തിനും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. ചെവി വേദന പറഞ്ഞാൽ കൊണ്ടുപോകും, തലവേദന പറഞ്ഞാൽ സ്കാനിങ് എടുക്കണം, വയറുവേദന പറഞ്ഞാൽ വയറിന്റെ സ്കാനിങ് എടുക്കണം. ഇങ്ങനെ എല്ലാം ചെയ്യാണ് പാരൻസ്. ശരീരത്തിന്റെ ഈ പറഞ്ഞ് ആവശ്യം അനാവശ്യമുള്ള എല്ലാ അസ്വസ്ഥതക്കും ഡോക്ടറെ കൊണ്ടുപോകണ പാരൻസ് തന്നെ. എന്തുകൊണ്ട്? മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും ബുദ്ധിമുട്ടുകൾക്ക് കൃത്യമായിട്ട് സൈക്കോളജിസ്റ്റുമാരെടുത്തോ സൈക്യാട്രിസ്റ്റുമാരെടുത്തോ തെറാപ്പിസ്റ്റുമാരെടുത്തോ കൗൺസിലർമാരെടുത്തോ കൊണ്ടുപോകുന്നില്ല. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. കുട്ടികൾക്ക് മനസ്സിന്റെ ബുദ്ധിമുട്ട്, പഠനത്തിന്റെ ബുദ്ധിമുട്ട്, പെരുമാറ്റത്തിന്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 1 കൊല്ലം 2 കൊല്ലം 4 കൊല്ലം 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും കൗൺസിലിംഗിലേക്ക് കൊണ്ടുവരുന്നത്. പ്രശ്നം തുടങ്ങി 2 ആഴ്ചന്റെ ഉള്ളിൽ കൊണ്ടുവന്ന 2 ആഴ്ചയോ 1 മാസമോ കഴിഞ്ഞാൽ പ്രശ്നം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വരാത്ത രീതിയിൽ മാറ്റാൻ കൗൺസിലിങ്ങിന് പറ്റും. പക്ഷെ കൗൺസിലിംഗിലേക്ക് എല്ലാവരും എത്തുന്നത് പ്രശ്നം തുടങ്ങി 2 കൊല്ലോ 4 കൊല്ലോ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പൊ ഞങ്ങൾ കൗൺസിലർമാർ കുറേ പൈസ വാങ്ങിക്കുന്നവരാകുന്നത്. ഞങ്ങൾ കൗൺസിലർമാര് ഭയങ്കര പൈസ കൗൺസിലർ എടുത്ത്. കാരണം എന്താ? സമയത്തിനല്ല കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നലെ വന്ന ആൾക്ക് വരെ 2 കൊല്ലം മുന്നേ തോന്നിയിരുന്നു കൗൺസിലിങ്ങിന് വരണമെന്ന്. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ സംഭവം പ്രശ്നം ബാക്കോട്ട് കൊണ്ടുപോയി നല്ലപോലെ ആക്കുമ്പോൾ 1 മാസം 2 മാസമെങ്കിലും കൊടുക്കാതെ 2 കൊല്ലം മുന്നത്തെ പ്രശ്നം മാറ്റാൻ പറ്റും. നമ്മൾ പറയും 2 കൊല്ലമായിട്ട് ഞങ്ങൾ അടച്ചിട്ട മുറി 1 മണിക്കൂറോട് വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കാൻ പറ്റുമോ? 2 കൊല്ലമായിട്ട് അടച്ചിട്ട മുറിക്ക് 1 പകലോ 2 പകലോ എന്തായാലും വേണ്ട ക്ലീൻ ചെയ്യണമെങ്കിൽ. അതുപോലെയാണ് ചെറിയ പ്രശ്നങ്ങൾ ചെറുതിലെ കാണുമ്പോൾ അപ്പം തന്നെ പരിഹരിക്കണം എന്നുള്ളത്. ഇന്ന് എല്ലായിടത്തും ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പക്ഷേ പാരൻസ് പൈസനെ പേടിച്ചിട്ട് എന്തിനൊക്കെയോ പേടിച്ചിട്ട് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സേവനം കൃത്യമായിട്ട് എടുക്കുന്നില്ല. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പാരൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെയധികം മെനക്കെട്ട് കുട്ടികളെ മുന്നോട്ട് വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പിഴവുകൾ വരുമ്പം ആ പിഴവുകൾ പരിഹരിക്കാൻ അപ്പം അതാത് രീതിയിലുള്ള വിദഗ്ധരെ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ ശ്രമിച്ചാൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാറി കുട്ടികൾ ഉഷാറായി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടുന്ന രീതിയിലേക്ക് കുട്ടികൾ എത്താവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ പിഴവ് വരുത്തരുത്. നിങ്ങൾ എപ്പോഴും കണ്ണും കാതും തുറന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ കയ്യിലും കൺമുമ്പിലും ഫോണിലും എല്ലായിടത്തും അവൈലബിൾ ആവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാ എനിക്ക് ചുരുക്കി പറയാനുള്ളൂ. പഠിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. എന്തെങ്കിലും ഒരു വൈകല്യോ എന്തെങ്കിലും ഒരു പെരുമാറ്റ പ്രശ്നം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായി പഠിക്കാനുള്ള സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടോ. ഇത് കൃത്യമായി കണ്ടെത്തി പരിഹരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം കംപ്ലീറ്റ്ലി മാറ്റിയെടുത്ത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കുട്ടീനെ വളർത്താൻ പറ്റും. ഇതിൽ പാരൻസിന്റെ റോൾ എന്ന് പറഞ്ഞാൽ 1 കുട്ടികളുടെ പ്രശ്നം കണ്ടെത്തൽ, 2 കുട്ടികളുമായി നല്ല ബന്ധവും നല്ല സംഭാഷണങ്ങളും പഠിത്തത്തിന്റെ കാര്യത്തിൽ നിലനിർത്തലും. തല്ലുംപിടി ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയില്ല. ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ ഇഷ്ടംപോലെ തൊഴിലിട്ട് വർത്താനം പറയാനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ വർത്താനത്തിനൊക്കെ ശേഷം മറുപടി അമ്മക്ക് ദേഷ്യം വിളിച്ചപ്പോൾ ഒന്നും ഏതാണ്ട് ഉറച്ച എനിക്ക് എന്താ പറഞ്ഞ പ്രശ്നം നമുക്ക് ഇരുന്ന് സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള 2ാമത്തെ ഒച്ചട്ട് കഴിഞ്ഞിട്ടുള്ള നല്ലപോലത്തെ ഒരു സംഭാഷണം ഉണ്ടാവണമെന്നേ ഞാൻ പറയുള്ളൂ. ഒച്ചടാതെ മാലാപനമാരെ പോലത്തെ
എന്താ പറയുക, പുരോഹിതന്മാരെ പോലത്തെ വാപ്പന്മാരും മാലാഖമാരെ പോലത്തെ ഉമ്മമാരും ആവണമെന്നല്ലേ പറഞ്ഞു. നമ്മൾ മനുഷ്യന്മാരെ ദേഷ്യം പിടിക്കും, തെറ്റും, ഒച്ചടും, ബഹളം വെക്കും, വാതിൽ ചിലപ്പോൾ അടച്ചു പൂട്ടും, ചിലപ്പോൾ രണ്ട് കൊടുക്കും. ഇതിൻ്റെ ഒക്കെ ശേഷം സാരമില്ല കേട്ടോ, ഇനി ഉമ്മാൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവാതെ നോക്കിക്കോളാന്ന് പറയും. എന്താ പറയാ, എന്നാലും ഇനി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഇനിയിപ്പോ ഒന്നും നമുക്ക് സാരമില്ല, എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞങ്ങാണ്ട് നമുക്ക് ഇരിക്കുക, നമുക്ക് സംസാരിക്കാണ്ട് ശരിയാക്കുക എന്താ ശരിക്കും പ്രശ്നം എന്ന് രണ്ടാമത് പോയിങ്ങാണ്ടുള്ള അടുപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതാണ് ആവശ്യം. അത് പാരൻസിന്റെ കുട്ടികളുടെ ഇടയിൽ എത്രത്തോളം ഉണ്ടാവണോ അത്രയും തന്നെ കുട്ടികളും ഇത് പഠിക്കും. കുട്ടി അടുത്ത പ്രാവശ്യം തല്ലുണ്ടാക്കുമ്പോൾ വന്നുകൊണ്ട് പറയും, അറിയാതെ എൻ്റെ അടുത്ത് പറ്റിപ്പോയതാട്ടോ, ഇനി ഞാൻ തല്ലുണ്ടാക്കൂല കേട്ടോ, വരി പിന്നെ സഹായിക്കും, ഇമ്മ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ, ഇമ്മ കൂടെ ഇരുന്നാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കുട്ടിയും ആ പറഞ്ഞ മാഫ് പറയലും ക്ഷമ ചോദിക്കലും രണ്ടാമത് ഒന്നും തമ്മിൽ ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവുകളും കുട്ടിയും പഠിക്കും. അത് കുട്ടിക്ക് അത്യാവശ്യമാണ്. പാഠപുസ്തകത്തിൽ പഠിച്ചാലൊന്നും കിട്ടാത്തൊരു സാധനമാണ് എങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിർത്തുക, എങ്ങനെയാണ് ഊഷ്മളത സ്നേഹം പ്രകടിപ്പിക്കുക, എങ്ങനെയാണ് നമുക്ക് കൂടപ്പറപ്പിനോട് സ്നേഹം പ്രകടിപ്പിക്കുക, ഞാനൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാനൊരു കുടുംബം നിലനിർത്തുക. ഈ പാഠങ്ങളും കുട്ടി പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് ഉമ്മാക്കും വാപ്പാക്കും അവർ തമ്മിലുള്ള സ്നേഹവും കുട്ടികളോടുള്ള സ്നേഹവും പ്രകടിപ്പിച്ച് തന്നെ സംസാരിച്ച് കാണിച്ചു കൊടുത്ത് തന്നെ നമ്മളെ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ മുമ്പിൽ അടിയറവ് വെച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ ജീവിക്കാൻ. എനിക്ക് സാമ്പത്തികമായിട്ട് വല്ലാത്ത ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് എന്നോട് മുണ്ടാൻ പറ്റാത്തത്, എനിക്ക് കുറച്ച് സമയം കൊണ്ടാ എന്ന് പറഞ്ഞ് കുട്ടിക്കത് മനസ്സിലാവണം. സാമ്പത്തികം മനുഷ്യർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് പൈസ അല്ലെങ്കിൽ ടെൻഷൻ ആവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടി സാമ്പത്തികത്തിനെ കുറിച്ച് പഠിക്കണം. ഇങ്ങനെ സംഭാഷണങ്ങൾ കുട്ടികളും പാരൻസും തമ്മിൽ നിരന്തരം നിലനിർത്തണം. കാരണം നമ്മൾ വളർന്ന് അമേരിക്കയും ചൈനയും പോലെയൊക്കെ ആവുമെന്ന് പറയുമ്പം ചൈനയിലും ജപ്പാനിലും ഒക്കെ മനുഷ്യരോട് വെറുതെ വർത്താനം പറയണമെങ്കിൽ പൈസ കൊടുക്കണം. മുസ്ലിം ഒന്നുമല്ല, വെറുതെ ഹായ് ഹലോ ഹൗ ആർ യു, ഇന്ന് ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, വല്ലതൊക്കെ കഴിച്ചോ, ഉറക്കമൊക്കെ ഉണ്ടോ, എന്താ അവസ്ഥ, ഇങ്ങനെ 4-5 ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ഇന്നും നമുക്ക് നമ്മളെ കൊച്ചു കേരളത്തിൽ വെറുതെ ഇരുന്നാൽ ആരോടെങ്കിലും ഒക്കെ മുമ്പിൽ പറയാനുള്ള അവസരം ഉണ്ട് അല്ലേ? അയൽവാസിയിലായിട്ടോ കുടുംബത്തിലായിട്ടോ ഇപ്പോഴും നമുക്ക് അവസരങ്ങൾ ഉണ്ട്, താരതമ്യേന കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നാലും സംസാരിക്കാൻ ആൾക്കാരുണ്ട്. ഇനിയും നമ്മളെ മക്കൾ വളർന്ന് വരുന്തോറും അവരാരോടും മിണ്ടാത്തൊരു പ്രവണത, പ്രശ്നങ്ങളൊക്കെ പൂഴ്ത്തി വെക്കുന്ന ഒരു പ്രവണത പാരൻസിൻ്റെ അടുത്തുനിന്ന് പഠിച്ചു പോകരുത്. പാരൻസ് മുൻകൈ എടുത്ത് സ്വന്തം പ്രശ്നങ്ങൾ കുട്ടികളോട് സംസാരിച്ച് അവളുടെ പ്രശ്നങ്ങൾ നമ്മളോട് സംസാരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വൈകാരികമായ ആത്മബന്ധം നിലനിർത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതില്ലാണ്ടായി കഴിഞ്ഞാലാണ് മനസ്സിന്റെ അസുഖങ്ങൾ വല്ലാണ്ട് ഉണ്ടായി കുട്ടികൾക്ക് മരുന്നൊക്കെ കുടിക്കേണ്ട അവസ്ഥ വരിക. അപ്പോൾ പഠിത്തത്തിന്റെ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചു കൊണ്ടുവരാനും വേണ്ടി കുട്ടിയുമായിട്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിച്ചാൽ അത് ജീവിതകാലം മുഴുവനും കുട്ടിയും തമ്മിലുള്ള ബന്ധമായി മാറും ചെയ്യും. കുട്ടിക്ക് ജീവിക്കുന്ന കാലം മുഴുവനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനുള്ള പരിശീലനമാവും ചെയ്യും. ഒരു നെയ്യപ്പം നിന്നാൽ 2 കാര്യം എന്ന് പറഞ്ഞ മാതിരത്തെ സംഭവമാണ് കുട്ടികളുമായിട്ട് നിങ്ങൾ നിലനിർത്തേണ്ട സംഭാഷണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ നിങ്ങൾ പുറമെ നിന്ന് സഹായം കൗൺസിലിംഗ് ആയിട്ടും ട്രെയിനിങ് ആയിട്ടും എടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ഞാൻ മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ പല സ്കൂളുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. സ്കൂളിലെ കുട്ടികളുടെ പഠന പ്രശ്നം സൈക്കോളജിസ്റ്റുമാർ ചെയ്യേണ്ട ഒരു പഠന വൈകല്യത്തിന്റെ പ്രശ്നമാണെങ്കിൽ സ്കൂളിൽ തന്നെ വന്നിട്ട് സൗജന്യമായിട്ടൊരു അസസ്മെന്റ് എടുക്കും. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യണ മാതിരി കുട്ടിക്ക് വർക്ക്ഷീറ്റ് കൊടുത്തിട്ട് എഴുതിപ്പിച്ച് നോക്കും. കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ട് വെച്ചാൽ ഞങ്ങളുടെ തന്നെ സൈക്കോളജിസ്റ്റുമാർ ഇവിടെ സ്കൂളിൽ വന്ന് തെറാപ്പി കൊടുക്കും.
അപ്പോൾ ക്ലിനിക്കിലേക്ക് കുട്ടീനെ കൊണ്ടുവരേണ്ട ചിലവോ ക്ലിനിക്കിലുള്ള അത്രയും ഫീസിന്റെ ചിലവോ ഇല്ലാണ്ട് സ്കൂളിലേക്ക് വരുന്ന കുട്ടീനെ അവിടെ നിന്ന് തന്നെ തെറാപ്പി കൊടുത്ത് ഇമ്പ്രൂവ്മെന്റ് ആക്കാന്നുള്ളൊരു സൗകര്യം കിട്ടും. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ മാനേജ്മെന്റിനോടും കൂടി സംസാരിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിൽ മാറ്റങ്ങളുണ്ട്. ഞാൻ മറ്റൊരു സ്കൂളിൽ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാറ്റമുള്ളതായിട്ട് പാരൻസിൻ്റെ അടുത്ത് നിന്ന് നന്നായിട്ട് നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്. വേറെ സ്കൂളുകളിൽ ക്ലിനിക്കിൽ വന്ന് ചെയ്യണതിൽ നല്ല റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റെമഡിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾ കൃത്യമായിട്ട് സഹകരിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയുന്നത്.